റിപ്പോർട്ടർ ബ്രേക്കിംഗ്. ഭൂട്ടാനിൽ നിന്നുള്ള വാഹനക്കടത്ത് കേസിൽ റാക്കറ്റിനെ കുറിച്ചുള്ള നിർണായക വിവരങ്ങൾ കസ്റ്റംസിന്. കൊച്ചിയിൽ നിന്ന് പിടിച്ചെടുത്ത ഫസ്റ്റ് ഓൺ വാഹനത്തിന്റെ ഉടമ മാഹിൻ അൻസാരിയെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് നിർണായക വിവരങ്ങൾ ലഭിച്ചത്. ഏജന്റുമാർ കബളിപ്പിച്ചെന്നും 25 ലക്ഷം രൂപയുടെ നഷ്ടമുണ്ടായെന്നും മാഹിൻ കസ്റ്റംസിന് മൊഴി നൽകി. എസ് ശരണിന്റെ കൂടുതൽ വിവരങ്ങളുമായി. ശരൺ, ഗുഡ് മോർണിംഗ് ശരൺ. ഈ അത്യാഡംബര വാഹനങ്ങളുടെ കച്ചവടം നടത്തുന്ന ആളുകളൊക്കെ ചെറിയ ടെൻഷനിലാണെന്ന് തോന്നുന്നു. ഇപ്പോൾ മാഹിൻ നൽകിയിരിക്കുന്ന വിവരം ഈ ഏജന്റുമാർ മാഹിനെ തന്നെ പറ്റിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. കസ്റ്റംസ് മാഹിന്റെ മൊഴി വിശ്വാസത്തിലെടുത്തിട്ടുണ്ടോ ശരൺ? അരുൺകുമാർ, ഗുഡ് മോർണിംഗ്. എന്തായാലും മാഹിന്റെ മൊഴി ഒന്നുകൂടി രേഖപ്പെടുത്തേണ്ടതുണ്ടെന്നുള്ളതാണ് കസ്റ്റംസ് പറയുന്നത്. നേരത്തെ ഇത്തരത്തിൽ ഫസ്റ്റ് ഓണറിന്റെ വാഹനം പിടിച്ചെടുത്തോടു കൂടി തന്നെ വലിയൊരു പ്രതീക്ഷയിലാണ് കസ്റ്റംസ് ഉണ്ടായിരുന്നത്. പ്രത്യേകിച്ച് ഭൂട്ടാനിൽ നിന്നുള്ള വാഹനക്കടത്തിൽ നിർണായകമായിട്ടുള്ള വിവരങ്ങൾ, നേരിട്ടുള്ള വിവരങ്ങൾ ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് കസ്റ്റംസ് ഉണ്ടായിരുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ മാഹിൻ അൻസാരിയെ ഇന്നലെ ചോദ്യം ചെയ്തത്. അങ്ങനെ ചോദ്യം ചെയ്തപ്പോഴാണ് വളരെ പ്രധാനപ്പെട്ട നിർണായകമായിട്ടുള്ള വിവരങ്ങൾ കസ്റ്റംസിന് ലഭിച്ചിരിക്കുന്നത്. അത് ഈ റാക്കറ്റിനെ കുറിച്ചുള്ള നേരിട്ടുള്ള വിവരങ്ങളാണ് ലഭിച്ചിരിക്കുന്നത്. പ്രധാനമായും മാഹിൻ പറഞ്ഞിരിക്കുന്നത് തനിക്ക് ഈ ആഡംബര വാഹനങ്ങളോട് വലിയ ക്രൈസാണ്. അങ്ങനെ ഒരു ലാൻഡ് ക്രൂയിസർ വാങ്ങണമെന്നുള്ളത് വർഷങ്ങളായിട്ടുള്ള ആഗ്രഹമായിരുന്നു. ഇതിനിടയിൽ സമൂഹ മാധ്യമങ്ങളിൽ പരസ്യം കാണുന്നു. അങ്ങനെ താൻ ഒരാളെ ബന്ധപ്പെടുന്നു, ഒരു യാദവ് എന്നുള്ള പേരിലുള്ള ഒരാളെ ബന്ധപ്പെടുന്നു. അയാൾ ഡൽഹിയിലേക്ക് വരാൻ പറയുന്നു. അങ്ങനെ ഡീൽ ഉറപ്പിക്കുന്നു. അപ്പോൾ അയാൾ പറഞ്ഞിരുന്നത് ഇത് 15 വർഷമായിട്ട് ഡൽഹിയിൽ ഉപയോഗിച്ച വാഹനമാണ്, അതുകൊണ്ട് തന്നെ ഡൽഹി രജിസ്ട്രേഷൻ പറ്റില്ല, മറിച്ച് അരുണാചൽ രജിസ്ട്രേഷനിൽ റെഡിയാക്കി തരാമെന്നുള്ളതാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള തുടർ നടപടികളിലേക്കാണ് പോയത്. ഒപ്പം തന്നെ ഈ NOCക്ക് വേണ്ടിയാണ് ഈ ആധാർ കാർഡ് അടക്കമുള്ള രേഖകൾ താൻ കൈമാറിയത്. പക്ഷേ അത് ഉപയോഗിച്ചുള്ള വ്യാജ രജിസ്ട്രേഷൻ കൂടിയാണ് നടന്നതെന്നുള്ള മൊഴിയാണ് ഇയാൾ നൽകിയിരിക്കുന്നത്. എന്തായാലും അന്വേഷണ സംഘത്തെ സംബന്ധിച്ച് ഈ റാക്കറ്റിനെ കുറിച്ചുള്ള വിവരങ്ങൾ ലഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അരുണാചൽ പ്രദേശിലെ നംഷായി എന്ന RTO ഓഫീസിലാണ് ഇത്തരത്തിൽ രജിസ്ട്രേഷൻ നടന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അരുണാചൽ പ്രദേശിലെ കസ്റ്റംസിന്റെ സഹായം തേടാൻ ഇപ്പോൾ അന്വേഷണ സംഘം തീരുമാനിച്ചിട്ടുണ്ട്. അങ്ങനെ വിവരങ്ങൾ ലഭിക്കുമ്പോൾ ഈ ഏജന്റുമാർ, അതായത് മാഫിയയിലേക്ക് തന്നെ നേരിട്ട് എത്താൻ കഴിയുമെന്ന പ്രതീക്ഷയിൽ കൂടിയാണ് അന്വേഷണം ഉള്ളത്. എന്തായാലും വലിയ രീതിയിലുള്ള റെയ്ഡ് ഇപ്പോഴും തുടരുകയാണ്. പ്രത്യേകിച്ച് 200ഓളം വാഹനങ്ങൾ, ഈ ഭൂട്ടാനിൽ നിന്ന് നികുതി വെട്ടിച്ച് എത്തിച്ച 200ഓളം വാഹനങ്ങൾ കേരളത്തിലുണ്ടെന്നുള്ള കണക്കൂട്ടലിലാണ് കസ്റ്റംസ് ഉള്ളത്. അതിൽ 38 വാഹനങ്ങൾ മാത്രമാണ് കണ്ടെത്താൻ കഴിഞ്ഞിരിക്കുന്നത്. ഇതിനിടയിലാണ് ഈ മാഫിയ സംഘത്തെ സംബന്ധിച്ചുള്ള വിവരം കസ്റ്റംസിന് ലഭിച്ചിരിക്കുന്നത്. ഓക്കെ ശരൺ, ഗംഭീര വണ്ടികളാണല്ലേ. സംഭവം തട്ടിപ്പാണെങ്കിലും വണ്ടിയൊക്കെ കാണുമ്പോൾ ഒരു ചന്തമുണ്ട്. ലാൻഡ് റോവർ ആണെങ്കിലും അല്ലേ ശരൺ? അരുൺകുമാർ, തീർച്ചയായിട്ടും അത്തരത്തിലൊരു ഭാഗ്യം നമുക്ക് കിട്ടിയെന്നുള്ളതാണ്. നമ്മൾ കസ്റ്റംസ് ഓഫീസിന്റെ മുന്നിൽ പോയി നിന്നാൽ ഇപ്പോൾ അത് കാണാൻ കഴിയില്ല. കസ്റ്റംസ് ഓഫീസിന്റെ സമീപത്തായുള്ള ആ പള്ളിയുടെ കോമ്പൗണ്ടിലാണ് ഈ വാഹനങ്ങൾ ഇട്ടിരുന്നത്. എന്നാൽ പള്ളിക്കാർ പറഞ്ഞു അതെടുത്ത് മാറ്റണമെന്ന് പറഞ്ഞോടുകൂടി തൊട്ടപ്പുറത്തെ കോമ്പൗണ്ടിലേക്ക് മാറ്റിയിട്ടുണ്ട്. എന്തായാലും ഒരുപാട് ആളുകൾ, നമ്മളിപ്പോൾ കസ്റ്റംസ് ഓഫീസിന്റെ പരിസരത്ത് നിൽക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിഞ്ഞിരുന്നു ഒരുപാട് ആളുകൾ ട്രേസോട് കൂടി തന്നെ അവിടെ വന്ന് നിന്ന് ഇതൊക്കെ നോക്കി നിൽക്കുന്നത്. എന്തായാലും പഴയ വാഹനങ്ങളാണ്. സംഭവം കസ്റ്റംസ് ഈ നികുതി വെട്ടിച്ചതിൽ നടപടി ഊർജിതമാക്കുമ്പോൾ തന്നെ ഇത്തരത്തിലുള്ള വാഹനങ്ങൾ കൂടുതൽ ആളുകൾക്ക് കാണാൻ കഴിയുന്നുണ്ടെന്നുള്ളതാണ്. ഓക്കെ, താങ്ക് യു ശരൺ. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്, പല ഈ സമ്പന്നരായിട്ടുള്ള മനുഷ്യർ, ചില രാജാക്കന്മാരൊക്കെ പഴയകാല വണ്ടികൾ, വിൻറ്റേജ് വണ്ടികളോട് ഭയങ്കര ക്രേസ് ഉള്ള ചില മനുഷ്യരുണ്ടാവും. എന്നവരെ കുറ്റപ്പെടുത്തുകയല്ല. ഈ വിൻറ്റേജ് വണ്ടിയൊക്കെ ഇത്രയും കാശ് കൊടുത്ത് ഈ ഗാരേജ് വാങ്ങിച്ചിട്ട് വല്ല പ്രയോജനം ഉണ്ടോ എന്ന് നമ്മളിങ്ങനെ ആലോചിക്കും. അത് കാശില്ലാത്ത നമുക്ക് തോന്നുന്ന ഓരോ തോന്നലുകളാണ്. പക്ഷേ എങ്കിലും ആ വണ്ടി കൊണ്ട് പുറത്തോട്ട് ഇറക്കാൻ പോലും പറ്റില്ല. പലതിൻ്റെ ഫിറ്റ്നസ് ഒക്കെ പോയി കിടക്കുന്ന വണ്ടികളായിരിക്കും. ചില വണ്ടികളൊക്കെ കാണാനൊക്കെ കൊള്ളാം, ഒരുപക്ഷെ ആ താല്പര്യത്തിന് പുറത്ത് വാങ്ങിച്ചിരുന്നതായിരിക്കും, പൈസ ഉണ്ടെങ്കിൽ എന്തു ആവാനും. പക്ഷേ അവിടെ ഭൂട്ടാനിൽ നിന്ന് വണ്ടി ഇറക്കിയതിനകത്ത് എന്തായാലും നല്ല പണിയാണ് വരാൻ പോകുന്നത് എന്നാണ് അറിയുന്നത്. അത് പക്ഷേ കേരളത്തിൽ മാത്രമേ ഈ പറയുന്ന തിരക്കും അന്വേഷണമൊക്കെ ഉള്ളൂ. അതെന്താണെന്നുള്ളതാണ് എത്ര ആലോചിച്ചിട്ട് പിടികിട്ടാത്തത്. പലരും പറഞ്ഞ് കേൾക്കുന്നുണ്ട്.